ഇപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ, നിങ്ങൾ അവിടെ വന്നിരിക്കുന്നു, ആ ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് അത് എന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല എപ്പോഴും. എങ്ങനെയാണോ അത് അവിടെ നിങ്ങളുടെ കയ്യിലെത്തുന്നത്? അല്ല, പിന്നീട് അത് വേണ്ടായിരുന്നു തോന്നുന്നു, സുഖമായിട്ടാണെങ്കിൽ തോന്നുന്നത് അത് വേണ്ടായിരുന്നു, അങ്ങനെ സംഭവിച്ചതാണ്. അത് നമ്മൾ പറയുന്ന ഒരു വാക്കോ നമ്മൾ ചെയ്യുന്ന ഒരു ചെയ്തിയോ പെട്ടെന്ന് തന്നെ പോപ്പുലർ ആവാനും നമ്മളെ ഇൻഫേമസ് ആക്കാനും രണ്ടിനും കഴിവുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. അതായത് നമുക്ക് ആ വ്യക്തി പ്രസക്തി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റർബ് ചെയ്തിട്ട് കാര്യമില്ല. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി എടുത്ത് വല വീശിയിട്ടുണ്ട്. നിങ്ങൾ രാഹുലിന് നല്ല കഥാപാത്രം കിട്ടാറുണ്ട്, പക്ഷെ കൂടുതലും പുറത്തായിരിക്കും. അങ്ങനെയൊക്കെ ഒരു വിഷയം മലയാള സിനിമയ്ക്ക് ബാധിക്കുന്നുണ്ടോ? ആ പടം കഴിഞ്ഞിട്ട് ഞാൻ 4-5 കുറേ പടങ്ങൾ കമ്മിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും കോവിഡ് വന്നപ്പോൾ പടങ്ങൾ പോലും ഒന്നും നടക്കുന്നില്ല. കണ്ടു വളർന്നത് നമ്മുടെ അമ്മ പറഞ്ഞ നിന്റെ അമ്മാവന്റെ സിനിമകളാണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ പടം കണ്ട് വളർന്നു വരുമ്പോൾ മമ്മൂക്കൊക്കെ ചോദിക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ എനിക്ക് എന്താ ചോദിച്ചാലും അപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു? എനിക്ക് സിനിമാ നടനായതുകൊണ്ട് കൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ? ലാൽ സാറിന് ഇതെപ്പോൾ ഷൂട്ട് ചെയ്യും. ഞാൻ വരുമ്പോഴത്തേക്കും 10 ദിവസം കഴിഞ്ഞിട്ട് മോനെ എത്ര ദിവസമായി ക്യാമറ കണ്ടിട്ടെന്ന്, അതായത് 10 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 10 ദിവസം കാണുമ്പോഴത്തേക്കും എത്ര ദിവസമായി ക്യാമറ കണ്ടിട്ടെന്ന് പറയുമ്പോൾ ഞാൻ SSB ചോദിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞൊരു 10-7 കൊല്ലത്തിനിടയിൽ ഇത്രയും ഗ്യാപ്പ് വന്ന ആദ്യമായിട്ടാണ്. ക്ലാപ്പ് അടിക്കുന്നത് ഭയങ്കര അമ്മേ, അതെ. ഒന്ന് ഇവിടെ ഒറ്റ അപ്പൊ ഉള്ള ഡയലോഗും കീഴും ഒക്കെ പോകും.